ഡെലിവറിക്ക് ശേഷം പല അമ്മമാരുടെയും ഒരു പ്രധാന പ്രശ്നമാണ് അമിതമായ മുടി കൊഴിച്ചിൽ. പോസ്റ്റ്പാർട്ടം ഹെയർഫാൾ എന്നാണ് ഇതിനെ പറയുക. പാർട്ട് 1 വീഡിയോയിൽ ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹെയർ ഗ്രോത്ത് സംഭവിക്കുന്നത് 3 സ്റ്റേജുകളിലൂടെയാണ്. ഗ്രോത്ത് സ്റ്റേജ്, ഈ സ്റ്റേജിലാണ് പ്രധാനമായും മുടി വളരുന്നത്. അടുത്തതായി റെസ്റ്റിംഗ് സ്റ്റേജ്, മൂന്നാമത്തേതായി ഷെഡിംഗ് സ്റ്റേജ്. ഈ സ്റ്റേജിലാണ് മുടി കൊഴിഞ്ഞു പോകുന്നത്. പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ അളവ് കൂടുതലായിരിക്കും. ഇത് നമ്മുടെ മുടിയെ ഗ്രോത്ത് സ്റ്റേജിൽ തന്നെ പിടിച്ചു നിർത്തും. ഈ സമയത്ത് അമ്മമാർക്ക് നല്ല രീതിയിലുള്ള ഹെയർ ഗ്രോത്തും മുടിക്കുള്ള തിക്നെസ്സും അനുഭവപ്പെടുന്നു. എന്നാൽ ഡെലിവറി കഴിഞ്ഞ് 2-3 മാസത്തിനകം ഈ ഹോർമോണിൻ്റെ അളവെല്ലാം നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞ് നോർമലായിട്ടുള്ള അവസ്ഥയിലേക്ക് തിരിച്ചു വരും. ഈ സമയത്ത് ഗ്രോത്ത് സ്റ്റേജിലുണ്ടായിരുന്ന മുടിയെല്ലാം ഷെഡിംഗ് സ്റ്റേജിലേക്ക് വരികയും അമിതമായിട്ടുള്ള മുടികൊഴിച്ചിൽ അനുഭവപ്പെടുകയും ചെയ്യും. ഡെലിവറിക്ക് ശേഷമുള്ള സ്ട്രെസ്സും ഉറക്കക്കുറവുമൊക്കെ ഹെയർ ഫാളിനുള്ള മറ്റുള്ള കാരണങ്ങളാകുന്നു. ഇതിനെ എങ്ങനെ മാനേജ് ചെയ്യാമെന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം.